സഞ്ജി തന്നില്ലേ? സഞ്ജി പ്രതികരിച്ചു. ശരി, വേറെന്താ പറയാനുള്ളത്? മന്ത്രി വി ശിവൻകുട്ടി പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാട്ടാനെത്തിയ MSF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യം. നേരത്തെ വലിയ പ്രതിഷേധം കോഴിക്കോട് നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. അത് SFIയും യുവമോർച്ചയും തമ്മിലുള്ളതായിരുന്നെങ്കിൽ അതിൽ വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ചോദ്യത്തിൽ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതെ കാറിൽ കയറി പോവുകയായിരുന്നു. ഇപ്പോഴിത് MSF കരിങ്കൊടി കാട്ടാനെത്തിയതാണ്. ആ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഇതിപ്പോ MSF പ്രതിഷേധിക്കുകയാണോ? അവര് കരിങ്കൊടി കാണിച്ചതാണോ? എന്താണ് സംഭവം? തീർച്ചയായിട്ടും MSFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. അതോടൊപ്പം തന്നെ ABP പ്രവർത്തകരും ഇവിടെയുണ്ട്. രണ്ട് സംഘടനകളുടെ പ്രവർത്തകരും ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി ഇവിടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഇതിനുശേഷം വൈകിട്ടുള്ള ട്രെയിനിന് പോകേണ്ടതാണ്. അതിനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രവർത്തകർ, അതായത് MSFന്റെയും ABPയുടെയും പ്രവർത്തകർ ഇരു ഭാഗത്തുനിന്ന് വരികയും രണ്ട് ഭാഗത്തായി തന്നെ കരിങ്കൊടി കാണിക്കുകയും ചെയ്ത് ആദ്യഘട്ടത്തിൽ MSF പ്രവർത്തകർ നടത്തുന്നതിനിടെയാണ് ABP പ്രവർത്തകർ കൂടി ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ABP പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജീപ്പിലേക്ക് കയറ്റുകയാണ്. ബലം പ്രയോഗിച്ച് തന്നെയാണ് ജീപ്പിലേക്ക് കയറ്റുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് നമ്മൾ കാണുകയും ചെയ്തത്. ഏതായാലും ശക്തമായി പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമത്തെ അവർ ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അവരെ ജീപ്പിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമം അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രണ്ട് ABP പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. അതേസമയത്ത് MSF പ്രവർത്തകരെ ഇപ്പോൾ അനുനയിപ്പിച്ച് ജീപ്പിലേക്ക് കയറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ABP പ്രവർത്തകർ ഇപ്പോഴും പോലീസിനോട് അനുനയത്തിന്റെ പാതയിലല്ല ഉള്ളത് എന്നുള്ളതാണ്. അവർ വലിയ തരത്തിലുള്ള വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഏതായാലും ഇപ്പോൾ ജീപ്പിനകത്തേക്ക് അവരെ കയറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നടക്കുകയും ചെയ്തത്. ഏതായാലും താലിബാനാണോ എന്നടക്കം ചോദിച്ചുകൊണ്ടാണ് MSF പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ എത്തിയിരുന്നത്. അതേസമയത്ത് മറ്റേ പരിപാടി നടത്തുന്ന ആ ടീമിന് പോയി കാവലെന്നാണ് ഇവിടുത്തെ പോലീസുകാര്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ABPക്കാരനെയോ പ്രവർത്തകരെ തൊട്ടാല് ഇവിടെ മറ്റേ പീഡനം നടത്തുന്നവരെ മറ്റവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഇവിടെ പറ്റൂ. മലാപ്പറമ്പ് പെൺവാണിഭ സംഘം നടത്തുന്ന ടീമാണ് ഇവിടുത്തെ പോലീസുകാര്. എന്നിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ ജീപ്പിൽ കയറ്റിയ പ്രവർത്തകർ വീണ്ടും മറുഭാഗത്തൂടെ ഇറങ്ങിപ്പോകുന്ന ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രകോപനം ABP പ്രവർത്തകരുടെ ഭാഗത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. രണ്ട് പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവർ വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MSF പ്രവർത്തകരും അതോടൊപ്പം തന്നെ ABP പ്രവർത്തകരും ഒരേ സമയത്ത് ഗസ്റ്റ് ഹൗസിന് മുമ്പിലേക്ക് എത്തുകയും അവർ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, രാവിലെ ഇപ്പോൾ തളി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് യുവമോർച്ചയുടെ കരിങ്കൊടി ഉണ്ടായത്. ഇതിപ്പോ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ MSFും ABPയും ഒക്കെ കരിങ്കൊടി കാണിച്ചു അല്ലേ? മന്ത്രിക്ക് ഇനിയിപ്പോ കോഴിക്കോട് വേറെ പരിപാടികളില്ലല്ലോ അല്ലേ? മന്ത്രി പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണോ? തീർച്ചയായിട്ടും മന്ത്രി തിരിക്കുകയാണ്. 4:30 കൂടിയാണ് ട്രെയിനുള്ളത്. അതിനു മുമ്പായി അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള സുരക്ഷ ഈ സമയത്ത് ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിക്ക് കരിങ്കൊടി
കാണിക്കാനുള്ള നീക്കം MSFിൻ്റെയും അതോടൊപ്പം തന്നെ ABP പ്രവർത്തകരുടെയും ഭാഗത്തുണ്ടായിരിക്കുന്നത്. മന്ത്രി ഗേറ്റിൽ, അതായത് പ്രധാന ഗേറ്റിലൂടെ, ഗസ്റ്റ് ഹൗസിലെ പ്രധാന ഗേറ്റിലൂടെ പുറത്ത് കടക്കുന്ന ആ സമയത്ത് തന്നെ അവർ കരിങ്കൊടി കാട്ടി എന്നുള്ളതാണ്. നേരത്തെ തന്നെ കരുതലിൻ്റെ ഭാഗമായി MSF പ്രവർത്തകരെ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും കുറെ കൂടി പ്രവർത്തകർ എത്തുകയും മറുഭാഗത്ത് കൂടെ കരിങ്കൊടി കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും മന്ത്രിയുടെ വാഹനം ഇവിടുന്ന് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത MSF പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ABP പ്രവർത്തകരെയും ഇവിടുന്ന് നീക്കിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ഇപ്പോഴും ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മന്ത്രി ശിവൻകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. 4:30 കൂടിയാണ് അദ്ദേഹത്തിനുള്ള ട്രെയിൻ ഉള്ളത്. അദ്ദേഹം ആ ട്രെയിനിൽ തിരിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ഭാരതാംബ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. കരിങ്കൊടി കാട്ടിയാണ് പ്രതിഷേധം. നേരത്തെ രാവിലെ യുവമോർച്ചയൊക്കെ കരിങ്കൊടി കാട്ടിയെങ്കിൽ ഇപ്പോൾ ABP MSF പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. അവരെ പോലീസ് പിടിച്ചു മാറ്റി.